ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2020 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് ഡ്രൈ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന് മുന്നേ വേറൊരു മൂവിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ച് ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരുന്നത്. പക്ഷേ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ചാനലുകൾ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ആ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ഒരു മൂവി ചെയ്യാന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഇനി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ വറ്റി വരണ്ട, അതും ഒരുപാട് നാളായിട്ട് മഴ പെയ്യാത്ത ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ ആ ഒരു ഗ്രാമത്തിൽ ഒരു വീടിനകത്ത് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദവും ആ ഒരു കുഞ്ഞു കിടക്കുന്ന മുറിയുടെ വെളിയിൽ രക്തമുണ്ട്. അതേപോലെ തന്നെ ആ ഒരു മുറിയിൽ ഒരമ്മ ഒന്ന് രണ്ടുപേരും മരിച്ചു കിടപ്പുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ആരോണിനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ സിറ്റിയിൽ താമസിക്കുന്ന അവന് ഒരു ലെറ്റർ വന്നേക്കാണ്. സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു വീടിനകത്ത് ഒരുപാട് പേര് മരിച്ചു കിടന്നല്ലോ. ആ വീട്ടിലെ ലൂക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ അവന്റെ ഭാര്യനെയും അതേപോലെ തന്നെ മകനെയും ഷൂട്ട് ചെയ്ത് കൊന്ന് അവനും സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുമായിരുന്നു. ആ ഒരു കുഞ്ഞ് മാത്രം ബാക്കിയുണ്ട്. ഇപ്പൊ ആ മരിച്ച ലൂക്ക് എന്ന് പറഞ്ഞ അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്നാണ് ഹീറോയ്ക്ക് ഈ ഒരു ലെറ്റർ വന്നിട്ടുള്ളത്. അങ്ങനെ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും തന്റെ സുഹൃത്ത് മരിച്ചെന്നുള്ള കാര്യം അതിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞ ആ ഒരു കള്ളം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഫ്യൂണറലിന് വരുമ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാം എന്നാണ് ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. അതുമല്ലാതെ അതിനകത്ത് ഒരു ചെക്കും അത് ഹീറോയ്ക്ക് അറിയത്തില്ല എന്താണെന്ന്. അപ്പൊ ഇതെല്ലാം അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോ അടുത്ത ദിവസം തന്നെ താൻ ജനിച്ചു വളർന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ അവൻ കാണുന്നുണ്ട് വറ്റി വരേണ്ട ഒരു പ്രദേശം. അങ്ങനെ ഹീറോ ഫ്യൂണറൽ നടക്കുന്ന ആ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലൂക്കിന്റെ ഫാമിലി ഫോട്ടോ എല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് 20 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോ ആലോചിച്ച് നോക്കുന്നത്. കാണിക്കുമ്പോഴത്തേക്കും ലൂക്ക്, ഗ്രച്ചൻ, ലില്ലി, അതേപോലെ തന്നെ നമ്മുടെ ഹീറോ ആരോൺ ഇവരെല്ലാവരും കോളേജിൽ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അതിൽ ലൂക്കിനും ഗ്രച്ചനും നല്ല രീതിയിലൊരു റിലേഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ആരോണിനാണെങ്കിൽ ലില്ലി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. പക്ഷേ അവൻ ഇതുവരെ അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല. അതുപോലെ ഇവരെല്ലാവരും ഇപ്പോൾ കുളിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു കാര്യമെല്ലാം നമ്മുടെ ഹീറോ ആലോചിച്ച് നോക്കി. അത് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ ഗ്രച്ചൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളാണെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ട്. പക്ഷെ ഭർത്താവില്ല. അങ്ങനെ അവളോട് കുറച്ചു നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് അടുത്ത് കഴിക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ലൂക്കിന്റെ അച്ഛനും അമ്മയും ആ ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഇങ്ങനെ പറയാണ്, എന്റെ മകനെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ തന്നെ അറിയാം. അവൻ അവന്റെ ഫാമിലിയെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള അവൻ തന്റെ സ്വന്തം ഫാമിലിയെ കൊല്ലുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഈ ലൂക്ക് നല്ലവനാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതേസമയം തന്നെ ആ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുത്തൻ, ഓ പിന്നെ അവൻ അത്ര നല്ലവനാണ്, സ്വന്തം ഫാമിലിയെ തന്നെ കൊന്നവനെ ഫ്യൂണറൽ നടത്തുന്ന തന്നെ അത്രയും വലിയ കാര്യം, എന്നിട്ട് അവൻ നല്ലവനാണെന്നും കൂടി പറയുന്നു എന്നെല്ലാം പറയുമ്പോൾ അടുത്ത് നിന്ന് ഗ്രച്ചനാണെങ്കിൽ കുറച്ചു നേരം മിണ്ടാതിരിക്കെ എന്നുള്ള രീതിയിൽ അവനെ സമാധാനപ്പെടുത്തും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ കാറും എടുത്തിട്ട് ആ ഒരു ഗ്രാമം മുഴുവൻ ചുറ്റിക്കറങ്ങി അത് കഴിഞ്ഞ് ഒരു കാടിനടുത്ത് ഈ വണ്ടി കൊണ്ട് നിർത്താണ്. എന്നിട്ട് അതിനകത്ത് എന്തോ തേടുന്നത് പോലെ അങ്ങനെ ഓടുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോ ഓടുന്നത് പോലെ തന്നെ 20 വർഷങ്ങൾക്ക് മുന്നേയും ഇതുപോലെ ഇങ്ങനെ ഓടാണ് എന്തോ ഒരു വെപ്രാളത്തോടെ. അങ്ങനെ ആ ഒരു സമയത്ത് ഹീറോ എവിടേക്കാണ് ഓടുന്നതെന്നറിയോ? ഒരു ആറിനടുത്തേക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ആറിൽ മരിച്ച അവസ്ഥയിൽ ലില്ലിയുടെ ശരീരം പോലീസുകാർ എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം ആലോചിച്ച് ഇപ്പോൾ നമ്മുടെ ഹീറോ അങ്ങനെ ഓടിയിട്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ലൂക്കിന്റെ അച്ഛനും അമ്മയെ കാണാൻ പോയിരിക്കുകയാണ്. ഇപ്പൊ അച്ഛനും അമ്മയെ നേരത്തെ തന്നെ പറഞ്ഞെന്താണ്, ഇപ്പൊ ആ ഒരു അച്ഛനും അമ്മയെ പറഞ്ഞത് അവരുടെ മകൻ എന്തായാലും ആ ഒരു കൊല ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ വലിയൊരു പോലീസുകാരനാണ്. കാരണം ഇതിനു മുന്നേ തന്നെ എന്തോ ഒരു വലിയ കേസെല്ലാം തെളിയിച്ച് അത് പത്രത്തിലേക്ക് വന്നിരുന്നു. അത് കണ്ടിട്ടാണ് ഇവര് ഹീറോയെ വിളിക്കുന്നത്. പിന്നെ തന്റെ മകന്റെ സുഹൃത്തും കൂടിയല്ലേ. ഞങ്ങളുടെ മകൻ ലൂക്ക് എപ്പോഴും നിന്നെപ്പറ്റി പറയും നീ വലിയൊരു പോലീസുകാരനാണെന്നെല്ലാം. അങ്ങനെയുള്ള അവൻ ഒരിക്കലും അവന്റെ സ്വന്തം ഫാമിലിയെ കൊല്ലുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരുപാട് നാളായിട്ട് ഈ ഒരു ഗ്രാമത്തിൽ മഴ പെയ്യുന്നില്ല. കൃഷി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ലൂക്കിന് ഒരുപാട് പണപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണവും കടം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കടം കൊടുത്ത ആരും ഒരാളായിരിക്കാം ഈ ഒരു കാര്യം ചെയ്തത്. അവൻ പണം വാങ്ങിയവരുടെ പേര് ലിസ്റ്റ് എല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് നിനക്ക് ആരാണ് അവനെ കൊന്നത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഷടാ ഇത് വലിയ കാര്യമായി. ഹീറോ ആണെങ്കിലും ഈ ഒരു നാട്ടിൽ നിന്ന് പോയിട്ട് ഒരുപാട് വർഷമായി. അതുമല്ല ഈ നാട്ടിൽ നടന്ന ഈ ഒരു കൊലപാതകം മറ്റൊരു നാട്ടിലെ ഹീറോ എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? സോറി എങ്കിൽ എനിക്ക് എന്തായാലും ഒരുപാട് തിരക്കുണ്ട്. നിങ്ങൾ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുമ്പോൾ ലൂക്കിന്റെ അച്ഛൻ ഹീറോയുടെ പുറകെ തന്നെ വന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും നിനക്ക് പോകാൻ കഴിയത്തില്ല. 20 വർഷങ്ങൾക്ക് മുന്നേ നീയും ലൂക്കും എന്നോടൊരു വലിയ കള്ളം പറഞ്ഞു. ലില്ലി മരിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഏതോ ഒരു മുയലിനെ വേട്ടയാടാൻ വേണ്ടി പോയിരുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും വീണ്ടും എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ ഹീറോയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? അവന്റെ ആ ഒരു ബുക്ക് ഞാൻ
പരിശോധിക്കണം. ഓക്കെ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതിൽ ഇവരെല്ലാവരും ആ ഒരു പുഴയിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൂക്ക് വെള്ളത്തിനടിയിലൂടെ വന്ന് ലില്ലി ഉണ്ടല്ലോ അവളെ പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് മുക്കും. അങ്ങനെ ഒരുപാട് തവണ അങ്ങനെ ചെയ്യുമ്പോൾ ലില്ലിക്ക് കഴിയുന്നില്ല. ലില്ലി പറയുന്നുണ്ട്, ഹേ ലൂക്ക് അടങ്ങിയിരിക്കുക, എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ലൂക്കിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു തമാശയായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ അവൻ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ലൂക്കിന്റെ ഫാമിലിയെ കൊന്നതും അവനായിരിക്കാം എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് ഈ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ എന്തായാലും ലൂക്കിന്റെ അച്ഛന് വാക്ക് കൊടുത്തല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും താമസിച്ചേ പറ്റൂ. അതുകൊണ്ട് അവിടെയുള്ള ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് റൂം എടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ആ ഒരു ഫ്യൂണറൽ സമയത്ത് ഒരുത്തം വെറുതെ സംസാരിച്ചിരുന്നല്ലോ, അവൻ ഇപ്പോ ഇവിടെ ഒരു ഗാംബ്ലിംഗ് നടത്തുകയാണ്. അതുമല്ലാതെ ഇവൻ വേറെ ആരുമല്ല, 20 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ലില്ലി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ സഹോദരനാണ് ഇവൻ. അപ്പൊ എന്തായാലും അവൻ അങ്ങനെ സംസാരിക്കാതിരിക്കത്തില്ല. അതുപോലെ ലൂക്കിന്റെ അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ലില്ലി മരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ആ ഒരു പുഴയുടെ അടുത്ത് ഇല്ലായിരുന്നെന്ന്, അത് കള്ളമാണെന്നും അയാൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആരോ ഒരാളാണ് ലില്ലിയെ കൊന്നിട്ടുള്ളത് എന്നാണ് ഈ നാട്ടിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നത്. പ്രധാനമായിട്ടും ലില്ലിയുടെ ചേട്ടനും അതേപോലെ തന്നെ അച്ഛനും. ഇവർ രണ്ടുപേരും വിശ്വസിക്കുന്നത് നമ്മുടെ ഹീറോ ആണ് ലില്ലിയെ കൊന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഹീറോയെ കാണുമ്പോൾ ഇവർ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ എന്തിനാ ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കാൻ നിൽക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോ എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും കേൾക്കാതെ ഹീറോ അവിടെ റൂമും ബുക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ലൂക്കിന്റെ ആ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി ഒരു വെയർ ഹൗസിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോഴേക്കും ഒരു ഗ്രാമത്തിലുള്ള ഒരു ലോക്കൽ പോലീസ് അയാളും ഇതിനകത്ത് എന്തോ ഒരു കാര്യം നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലോക്കൽ പോലീസിനെ നമുക്ക് സാം എന്ന് വിളിക്കാം. അപ്പോൾ സാമിനായാലും അത്രയും സന്തോഷം, കാരണം ഇത്രയും വലിയൊരു പോലീസുകാരനോടൊപ്പം കേസ് അന്വേഷിക്കാൻ പോവല്ലേ. ആ ഒരു സന്തോഷത്തിൽ തന്നെ അതുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് ചെന്നിട്ട് അവന്റെ ആ ഒരു ബുക്ക് ഇങ്ങനെ പരിശോധിക്കുകയാണ്. എന്നിട്ടാണ് നമ്മുടെ ഹീറോ സാമിനോട് ചോദിക്കുന്നത്, അല്ല ഈ മരിച്ചു കിടക്കുന്നവരുടെ ബോഡി കണ്ടത് നിങ്ങളല്ലേ, കറക്റ്റ് ആയിട്ട് ആ ഒരു പൊസിഷൻ ഏതാണെന്ന് പറഞ്ഞു തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഡോറിൽ നിന്നും കുറച്ച് സ്റ്റെപ്പ് മാറിയിട്ടാണ് ലൂക്കിന്റെ ഭാര്യ വെടിയേറ്റ് കിടന്നത്. അത് കഴിഞ്ഞതേ ആ ഒരു റൂമിനകത്ത് 6 വയസ്സുള്ള അവന്റെ മകൻ അവൻ മരിച്ചു കിടന്നു. പക്ഷെ ലൂക്ക് എന്തു പറ്റിയെന്നറിയത്തില്ല, അവന്റെ കൈക്കുഞ്ഞിനെ മാത്രം അവനൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ മാത്രം വിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേക്ക് പോയിട്ട് അവൻ സ്വയം അവനെ ഷൂട്ട് ചെയ്ത് മരിക്കുമായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഹീറോ അടുത്തായിട്ട് ഈ പട്ടണത്തിലുള്ള ഒരു സ്കൂളിലേക്ക് പോവാണ്. അവിടെയാണ് ലൂക്കിന്റെ ഭാര്യ ടീച്ചറായിട്ട് ജോലി ചെയ്തത്. അവിടെ ചെന്ന് അവിടെയുള്ള പ്രിൻസിപ്പളിനോട് ഇതുപോലെ കുറച്ച് നാളായിട്ട് ലൂക്കിന്റെ ഭാര്യ പ്രത്യേകിച്ച് ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും നടന്നു എന്ന് ചോദിക്കുമ്പോൾ ജോലിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പിന്നെ 1-2 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും അത്ര വലുതല്ല. പിന്നെ അവരെ ഫാമിലിയെ പറ്റി അതെനിക്ക് നല്ലതുപോലെ അറിയത്തില്ല, ഇടയ്ക്ക് എന്തോ പണത്തിനെ പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഭർത്താവ് ലൂക്ക് നല്ലതുപോലെ ദേഷ്യപ്പെടുന്നുണ്ടെന്നും അറിഞ്ഞിരുന്നു. അപ്പോഴും തന്നെ കാര്യം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ സംഭവിക്കില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഗ്രച്ചൻ ഉണ്ടല്ലോ അവളും പെട്ടെന്ന് ഇവിടേക്ക് വരാണ്. അവൾ ഈ ഒരു സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇവർ 4 പേരും ലൂക്ക്, ഗ്രച്ചൻ, ലില്ലി, ഹീറോ ഇവരെല്ലാവരും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞതിന് ശേഷം വീണ്ടും ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ലൂക്ക് ലില്ലിയെ ആ വെള്ളത്തിൽ പിടിച്ച് താത്തത് കൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തില് അവൾ അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോ അവളുടെ കൂടെ ഇങ്ങനെ പോവാണ്. അതുപോലെ ലില്ലിക്കാണെങ്കിൽ അമ്മയില്ല, അവളുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെയിൻ മാത്രമാണ് അവൾ കയ്യിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവരൊരു മലയുടെ മുകളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോ ആ ഒരു ചെയിൻ എടുത്ത് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുത്ത് അത് നിന്റെ കയ്യിൽ വെക്കാനായിട്ട് പറയുമ്പോൾ ഹീറോ അത് പിടിക്കുന്ന സമയത്ത് കയ്യിൽ നിന്നും അടുത്തുള്ള ഒരു കുഴിയിലേക്ക് വന്നങ്ങ് വീഴാണ്. ഇത് കാരണം നമ്മുടെ ലില്ലി ഹീറോയെ വഴക്ക് പറയുന്നതും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ആ ഒരു ചെയിൻ എടുത്ത് അവളുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഹീറോ പെട്ടെന്ന് ലില്ലിയെ കിസ് ചെയ്യുന്നതും നാണം കാരണം അവൾ അവിടെ നിന്ന് ഓടിയങ്ങ് പോവാണ്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ട് ഹീറോ ഇപ്പോ എന്തോ ഒരു കാര്യം ആലോചിക്കുകയാണ്. കാരണം വെയർ ഹൗസിലേക്ക് വരുമ്പോൾ സാം എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ എന്തോ ഒന്ന് അന്വേഷിച്ചിരുന്നല്ലോ. പക്ഷെ ആ ഒരു സമയത്ത് അത് എന്താണെന്ന് ചോദിച്ചില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വന്ന് സാമിനോട് ചോദിക്കും, അല്ല നീ അവിടെ എന്താ അന്വേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ സാം പെട്ടെന്ന് ഒരു കാര്യം എടുത്ത് കാണിച്ചിട്ടാണ് ലൂക്ക്, അവന്റെ ഭാര്യ, അവരുടെ മകൻ ഇവരുടെ 3 പേരുടെ ശരീരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ബുള്ളറ്റ് നീല കളർ ബുള്ളറ്റ് ആയിരുന്നു. ഞാനാണെങ്കിലും അവരുടെ വീട്ടിലെ മുഴുവനായിട്ട് അന്വേഷിച്ച് നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയത് ചുവപ്പ് കളർ ബുള്ളറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലൂ കളർ ബുള്ളറ്റ് അത് ഇവിടെ നിന്നാണ് വന്നത്. അതാണ് ഞാൻ ആ ഒരു വെയർ ഹൗസിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതിനു മുന്നേ സാറും കൂടെ വന്നു. അങ്ങനെ ഹീറോ ആയാലും ലൂക്ക് മരിച്ചു കിടന്ന ആ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് നോക്കിയിട്ട് അവൻ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. സത്യത്തിൽ അതൊരു പുഴയാണ്, പക്ഷേ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വറ്റി വരണ്ട് കിടക്കാണ്. അങ്ങനെ ഈ ഒരു പോലീസുകാരനായിട്ട് നേരെ അവിടേക്ക് വന്ന് അപ്പോൾ ലൂക്ക് അവന്റെ ഭാര്യനെയും മകനെ കൊന്നിട്ട് ഇത്രയും ദൂരം ഇവിടേക്ക് വന്നാണ് മരിച്ചത്. ഈ ഒരു പുഴയുടെ അടുത്തായിട്ട് 3 പേരുടെ സ്ഥലമാണ് ഉള്ളത്. ഒന്ന് ലൂക്കിന്റേത്, ബാക്കി 2 മരിച്ചുപോയ ലില്ലിയുടെ സഹോദരന്റെയും അവളുടെ അച്ഛന്റെയും. മൂന്നാമതായിട്ടുള്ളത് ജെയിംസ് എന്ന് പറഞ്ഞ ഒരുത്തന്റെ. അവനാണെങ്കിൽ അവന്റെ മുത്തശ്ശിയോടൊപ്പമാണ് താമസിക്കുന്നത്. അതുമല്ല മറ്റൊരു കാര്യം, കൊല നടക്കുന്ന ആ ഒരു ദിവസം ലൂക്ക് ജെയിംസിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി ജെയിംസിനോട് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, ഞാനും ലൂക്ക് മുയലിനെ വേട്ടയാടാൻ പോയിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു കാര്യം കേൾക്കുന്നതും 20 വർഷങ്ങൾക്ക് മുന്നേ ലില്ലി മരിക്കുന്ന ആ ഒരു സമയത്ത് ലൂക്കും നമ്മുടെ ഹീറോയും മുയൽ വേട്ട ചെയ്യാനായിട്ട് പോയെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആ ഒരു കാര്യം ആലോചിച്ച് ഓക്കെ അവനെ തന്നെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ് ജെയിംസിന്റെ വീട്ടിലേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ ഇതിനു മുന്നേ പോലീസ് പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ജെയിംസ് അപ്പോഴും പറയുന്നത്. കൊല നടന്നത് 4 മണിക്ക്. 4 മണി വരെ
ഇന്നലെ അവൻ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങള് മുയലിനെ എല്ലാം വേട്ടയാടി. അത് കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് പോയി. ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ അങ്ങനെ എവിടെയും പോയിട്ടില്ല എന്നുള്ള രീതിയിൽ ജെയിംസ് വീട്ടിലുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അടുത്തുള്ള അവന്റെ മുത്തശ്ശിയുടെ മുഖം ചെറുതായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ നോട്ട് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ രാത്രിയില് ലൂക്കിന്റെ ആ ഒരു കടം ബുക്ക് ഉണ്ടല്ലോ അതെടുത്തിട്ട് ആരെല്ലാം പൈസ കൊടുത്തു, ആർക്കെല്ലാം തിരിച്ചു കൊടുത്തു എന്നുള്ള വരവ് ചെലവ് കണക്കുകൾ അതെല്ലാം നോക്കുമ്പോഴത്തേക്കും സംശയിക്കുന്ന രീതിയിൽ അങ്ങനെ ആരെയും കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ലൂക്കിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവര് വീടെല്ലാം മാറാൻ വേണ്ടി സാധനങ്ങളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യണം. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് നല്ലതുപോലെ കരയുന്നുണ്ട്. ഹീറോ അടുത്തേക്ക് ചെന്ന് അവരോട് പറയും, ഓക്കെ നടന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ സമാധാനപ്പെടുത്തുമ്പോ മരിച്ച ലൂക്കിന്റെ ഭാര്യയാണല്ലോ അവളായാലും ലൈബ്രറിയിൽ നിന്നും ഒരുപാട് ബുക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുക്ക് ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല. അതുമല്ല ഈ ഒരു ബുക്ക് എടുത്ത് എത്ര നാളായി, അത് തിരിച്ചു കൊടുക്കുമ്പോ എന്തായാലും അതിന്റെ ഫൈൻ അടയ്ക്കണം, ഇതിപ്പോ ആര് കൊണ്ട് തിരിച്ചു കൊടുക്കും എന്നെല്ലാം ചോദിക്കുമ്പോ ഹീറോ പറയും, പിന്നെ ഞാൻ എന്തായാലും കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് ആ ഒരു ബുക്കെല്ലാം വാങ്ങിയിട്ട് ഹീറോ അതിങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് അങ്ങനെ ഹീറോ ആ ഒരു ബുക്ക് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് ആ ബുക്കിനകത്ത് ലൂക്കിന്റെ ഭാര്യ നമ്മുടെ ഹീറോ ഒരു വലിയ കേസ് തെളിയിച്ചിട്ട് അത് പത്രത്തിലൊക്കെ വന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു പത്ര കട്ടിങ് അതെടുത്തിങ്ങനെ വെച്ചേക്കുന്നു. അതുമല്ല അടുത്തൊരു പേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു റെസിപ്റ്റ് ഇരിക്കുന്നു. അതുമല്ല ലില്ലിയുടെ സഹോദരനുണ്ടല്ലോ അവന്റെ പേര് ഗ്രാൻഡ് എന്നാണ്. ഇപ്പൊ ഗ്രാൻഡ് എന്നുള്ള അവന്റെ പേര് ലൂക്കിന്റെ ഭാര്യ ആ ഒരു റെസിപ്റ്റിന് പിന്നിൽ എഴുതി വെച്ചേക്കാണ്. അതുമല്ല കൊല നടക്കുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഈ ഒരു ബില്ല് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവന്റെ പേരെന്തിന് ഇതിന്റെ പുറകിൽ എഴുതി വെക്കണം? അങ്ങനെ ഇതിനെ പറ്റിയുള്ള സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഗ്രാൻഡിനോട് തന്നെ ചോദിക്കാന്നും പറഞ്ഞ് സാം എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ കൂട്ടി അവൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് അവനെ വിളിച്ചെടുത്ത് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, എന്ത് മരിച്ചുപോയ അവള് എന്റെ പേര് എഴുതിയെന്നും പറഞ്ഞ് അത് എന്നോടൊന്ന് ചോദിക്കുന്നതിനാ അവളെ കുഴിച്ചെടുത്ത് അവളോട് തന്നെ ചോദിക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ നല്ലതുപോലെ തന്നെ കളിയാക്കുന്നുണ്ട്. അതുമല്ല പോലീസ് ഇവനെയും ഇതിനു മുന്നേ ചോദ്യം ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് കൊല നടന്നതെന്ന് ഇവൻ പോക്കർ ഗെയിം കളിക്കാൻ വേണ്ടി രണ്ട് സുഹൃത്തുക്കളോടൊപ്പം വേറെ എവിടെയോ പോയെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും ഹീറോയ്ക്കിട്ട് സംശയം ചിലപ്പോ ഇവൻ തന്നെ അവനെ സംശയിക്കാതിരിക്കാൻ വേണ്ടി രണ്ടുപേരെ ഇതേപോലെ തയ്യാറാക്കിയിട്ട് ഗെയിം കളിക്കാൻ പോയതാണെന്ന് വെറുതെ പറഞ്ഞതാണെങ്കിലോ? അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, സത്യം പറയും, ഞങ്ങളായിട്ട് ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് പിന്നെ നിനക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് സത്യം പറയുമ്പോൾ അവൻ പറയും, ഹേയ് ആരോൺ, എന്റെ സഹോദരി മരിച്ച ആ ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും മുയലിന്റെ വേട്ടയാടാൻ പോയെന്ന് പറഞ്ഞ് ഒരു കള്ളം പറഞ്ഞല്ലോ, അത്രയ്ക്കൊന്നും ഞാനില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവനവിടെ നിന്ന് പോകുന്നതും ഹീറോയ്ക്ക് ഇപ്പോഴും അവനോടുള്ള ആ ഒരു സംശയം മാറിയിട്ടില്ല. അതുപോലെ ജെയിംസിനെ സംശയമുണ്ട്. കാരണം അവനങ്ങനെ പറയുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ മുഖം മാറിയല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരും ആ ഒരു ദിവസം എവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടി എല്ലാ CCTV ഫുട്ടേജും പരിശോധിക്കാൻ പറയും. അങ്ങനെ നമ്മുടെ സാം ആണെങ്കിലും അതുപോലെ ആ ഒരു CCTV ഫുട്ടേജ് ലൂക്കിന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആ ഒരു സ്കൂള് അവിടെ ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 4 മണിയെല്ലാം കഴിഞ്ഞിട്ട് ലൂക്ക് വന്ന് അവന്റെ മകനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. അതുപോലെ ലൂക്കിന്റെ കാറാണെങ്കിൽ ഇപ്പോൾ സ്റ്റേഷനിലാണുള്ളത്. അങ്ങനെ അവിടേക്ക് ചെന്ന് നമ്മുടെ ഹീറോ നോക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. അന്ന് ലില്ലിയെ വെള്ളത്തിൽ മുക്കി അവനൊരു തമാശ കാണിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം കോളേജിൽ വന്നിട്ട് ലൂക്ക് ലില്ലിയോട് സോറി എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ലില്ലി ആണെങ്കിൽ അവനെ ഒരിക്കലും ക്ഷമിക്കത്തില്ല. അത്രയും കാര്യം ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാല് എന്നുള്ള രീതിയിൽ അവനെ വഴക്ക് പറഞ്ഞു വിടുകയാണ്. അതുപോലെ ഇതെല്ലാം നമ്മുടെ ഹീറോ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയെ അങ്ങനെ കിസ് ചെയ്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നതും ഹീറോയ്ക്ക് അത്രയും സന്തോഷം. അതുകൊണ്ട് ഒരു പേപ്പറിൽ ഇന്ന് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്ക് ഈ ഒരു പുഴയുടെ അടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പേപ്പർ കൊണ്ടുവന്ന് ലില്ലിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഹീറോ ആ ഒരു കാറിന്റെ അടുത്ത് നിന്ന് ആലോചിച്ചതിന് ശേഷം ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോ ആഹാ ആ ഒരു ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ലില്ലിയുടെ സഹോദരനുണ്ടല്ലോ അവൻ ഇപ്പോ ഹീറോയുടെയും അതേപോലെ തന്നെ ലില്ലിയുടെ ഫോട്ടോയും വെച്ചിട്ട് ലില്ലിയെ കൊന്നത് ഹീറോ ആണെന്നുള്ള രീതിയിൽ എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിച്ചിങ്ങനെ വെച്ചേക്കാണ്. ഇന്ന് അവൻ എന്തായാലും ഉണ്ടെന്നും പറഞ്ഞിട്ട് അവനെ അടിക്കാൻ വേണ്ടി ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് നമ്മുടെ പ്രിൻസിപ്പള്, ഹേയ് സാർ, എന്തായാലും അവൻ അറിയാതെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കാണും, നിങ്ങൾ പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, ബാ നമുക്ക് എന്തായാലും വീട്ടിൽ പോയി സംസാരിക്കാന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ചോണ്ട് പോവാണ്. അതുമല്ല അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ആരാണ്? ഗ്രാൻഡ് നമ്മുടെ ഹീറോയുടെ കാറിന് മുകളിൽ ഏതോ ഒരു നായനെ കൊന്നിട്ടു. അതിന്റെ രക്തം മുഴുവൻ കാറിലുണ്ട്. അത് ഞാൻ ക്ലീൻ ചെയ്ത് തരാന്ന് പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പൾ നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് പോവാണ്. അതുപോലെ നമ്മുടെ പ്രിൻസിപ്പൾ ആണെങ്കിൽ എപ്പോഴും ഒരു സൈക്കിളിലാണ് നടക്കുന്നത്. ആ ഒരു സൈക്കിൾ എടുത്ത ഹീറോയുടെ കാറിന്റെ ഡിക്കിയിൽ വെച്ച് നേരെ പ്രിൻസിപ്പളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ പ്രിൻസിപ്പളിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് പ്രിൻസിപ്പളിന്റെ ഭാര്യ ഒരു വല്ലാത്ത രീതിയിൽ മുഖമെല്ലാം വെച്ചിട്ട് ഡിപ്രഷൻ അടിച്ചതുപോലെ അങ്ങനെ ഇരിക്കുന്നു. അതിന്റെ കാര്യം തിരക്കുമ്പോഴത്തേക്കാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ പ്രിൻസിപ്പൾ ഈ ഒരു നാട്ടിലില്ലായിരുന്നു. മെൽബൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നാട്ടിലായിരുന്നു. ആ ഒരു സമയത്ത് പ്രിൻസിപ്പളിന്റെ വീട്ടിലേക്ക് 2 കള്ളന്മാര് വന്നു. മുഖത്ത് മാസ്ക് ഇട്ട ആ 2 പേര് ഇവരുടെ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ച് വീട്ടിലുള്ള സ്വർണം, പണം ഇതെല്ലാം മോഷിച്ചുകൊണ്ട് പോയി. ഇത്ര നാളായിട്ടും പോലീസ് അതിനെപ്പറ്റി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ തന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷമാണ്
പ്രിൻസിപ്പളിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ആ ഒരു നാട്ടിൽ നിൽക്കുമ്പോ ഓക്കെ അതങ്ങനെയാണ്, വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു നാട്ടിലേക്ക് ഇവരെല്ലാവരും വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ടും അതുപോലെ തന്നെയാണ് അവരുടെ അവസ്ഥ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഹീറോ തന്റെ പഴയ വീട്ടിലേക്ക് പോവാണ്. കാരണം വർഷങ്ങൾക്ക് മുന്നേ ഹീറോ ഇവിടെയാണല്ലോ ജനിച്ച് വളർന്നതെല്ലാം. അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. വേറെ ഒന്നുമല്ല, ലില്ലിയോട് വൈകിട്ട് ആ ഒരു പുഴയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ഹീറോ നേരെ അവിടേക്ക് പോയി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അവൾ അവിടെ വന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അവന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഹീറോയുടെ അച്ഛനാണെങ്കിലോ തന്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള എല്ലാവരോടും വിളിച്ചിങ്ങനെ അന്വേഷിക്കുകയാണ്. അതുമല്ല ആ ഒരു സമയത്ത് തന്നെ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഹീറോയ്ക്ക് ഒരു ടെൻഷൻ. അല്ല ഇപ്പൊ അച്ഛൻ എന്തിനാ തന്നെ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഹീറോയുടെ അച്ഛൻ ഹീറോയെ കണ്ടതും ഓടി അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചിട്ട്, ആരോൺ ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ, ആ പുഴയിലെ ഏതൊരു ടീനേജർ കുട്ടിയുടെ ശരീരം കണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ അപ്പൊ തന്നെ ആ ഒരു പുഴയുടെ അടുത്തേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, ലില്ലിയോട് ആ ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് സത്യം അത് ലില്ലി തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ വീട്ടിലിരിക്കുമ്പോഴത്തേക്കാണ് ജനാല വഴി പതിയെ ആരും അറിയാതെ അകത്തേക്ക് കയറി നമ്മുടെ ലൂക്ക് പെട്ടെന്ന് ഹീറോയോട് പറയുന്നത്. അവൻ പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയും, ആരുൺ നീ ഇന്ന് ലില്ലിക്ക് വൈകിട്ട് ഇതേപോലെ പുഴയിലേക്ക് അവളോട് വരാൻ പറഞ്ഞ് വല്ല കത്ത് എഴുതി കൊടുത്തിരുന്നു. അത് കണ്ടിട്ട് ഇപ്പൊ നാട്ടുകാരെല്ലാം പറയുന്നത് നീയാണ് അവളെ കൊന്നതെന്നാണ്. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ ഇപ്പൊ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ രണ്ടുപേരും മുയലിനെ പിടിക്കാനായിട്ട് പോയെന്ന് പറ. അതല്ലാതെ വേറെ വഴിയില്ല. എന്നോട് വന്ന് ചോദിച്ചാലും ഞാനും അത് തന്നെയാണ് പറയാൻ പോകുന്നത് എന്ന് അവൻ ഇങ്ങനെ പറയുമ്പോ ഇപ്പോ ലൂക്ക് ചെയ്ത ആ ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയെ കൂട്ട് വിളിക്കുന്നതാണോ അതോ ഹീറോയെ പറ്റിക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ പോലീസ് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും ഇതേപോലെ ഞാനും ലൂക്ക് മുയലിനെ പിടിക്കാനായിട്ട് പോയിരുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഹീറോ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോവാണ്. അതുമല്ല ഹീറോ പോലീസുകാരനോട് പറഞ്ഞിരുന്നല്ലോ CCTV ഫൂട്ടേജ് എല്ലാം പരിശോധിക്കണമെന്ന്. അത് പൂർണ്ണമായിട്ടും പരിശോധിച്ച് തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോ മറ്റൊരു ഫൂട്ടേജ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരൊന്നൊന്നര ടെസ്റ്റ്. ആ കൊലപാതകം നടക്കുന്ന അന്നത്തെ ദിവസം 4 മണി വരെ ലൂക്ക് ജെയിംസിനോടൊപ്പം ഉണ്ടായിരുന്നെന്നും അതേപോലെ തന്നെ അത് കഴിഞ്ഞ് അവൻ എവിടെയും പോയിട്ടില്ല എന്നും പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ കാണിക്കുമ്പോ ജെയിംസ് അവന്റെ വണ്ടിയും എടുത്ത് ഒരു ക്ലിനിക്കിലേക്ക് പോകുന്നത് പോലെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ എന്തായാലും കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി ഹീറോ അവനെ അന്വേഷിച്ച് പോകാനായിട്ട് ആ ഒരു ഹോട്ടലിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു ബാറിനകത്ത് നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നു. എന്താണെന്ന് ചെന്ന് നോക്കുമ്പോ ഹീറോ അന്വേഷിച്ചു വന്ന ജെയിംസിനെ ഗ്രാൻഡ് ഉണ്ടല്ലോ അവൻ എടുത്തിട്ട് ഇങ്ങനെ ഇടിക്കുകയാണ്. അപ്പൊ അവരെ തടയാൻ ചെന്ന നമ്മുടെ പ്രിൻസിപ്പളിനും ഒരു ഇടി കിട്ടും. അങ്ങനെ ഹീറോ പെട്ടെന്ന് ചെന്ന് രണ്ടുപേരെ തടഞ്ഞു നിർത്തി. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഇത്രയും നല്ലൊരു ഇടി നടക്കാൻ കാരണം ഒരു വിധത്തില് നമ്മുടെ ഹീറോയും കൂടിയാണ് എന്ന് അവിടെ കണ്ടുകൊണ്ട് നിന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, ഗ്രാൻഡിനെ നമ്മുടെ ഹീറോ വിളിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്തല്ലോ. അപ്പൊ ലൂക്കിനെ കൊല്ലാനായിട്ട് കാരണക്കാരൻ ഞാനല്ല എന്നുള്ള രീതിയിൽ ഗ്രാൻഡും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആ ഒരു പുഴയെ ചുറ്റി കിടക്കുന്ന 3 സ്ഥലങ്ങള് ഇവരുടെ 3 പേരുടെയാണ്. ഒന്ന് ജെയിംസ്, പിന്നെ ലൂക്ക്, ഗ്രാൻഡ്. ഇപ്പോ ലൂക്കിനെ കൊന്നു കഴിഞ്ഞാല് ആ ഒരു സ്ഥലം നമ്മുടെ ഗ്രാൻഡിന് എടുക്കാൻ പറ്റും. പിന്നെ ജെയിംസിന്റെ സ്ഥലം അത് വാങ്ങിക്കാനായിട്ട് ഇവര് രണ്ടുപേരും സംസാരിക്കാൻ ചെയ്തിരുന്നു. അപ്പൊ ഇതെല്ലാം അവിടെയുള്ള നാട്ടുകാരുടെ ചെവിയിൽ എത്തുന്നതിന് ശേഷം അവരോരോന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ദേഷ്യം കാരണം നമ്മുടെ ഗ്രാൻഡ് ചെന്ന് ജെയിംസിനെ നല്ലതുപോലെ ഇടിച്ചത്. അപ്പൊ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയും ഒരു സംശയത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ അതിന്റെ പേരിൽ ഇപ്പൊ ജെയിംസിന് നല്ലതുപോലെ കൊള്ളുകയും ചെയ്തു. അപ്പോ ഹീറോ പെട്ടെന്ന് ഗ്രാൻഡിനോട് പറയും, ഹേയ് ഞാൻ നിന്നോട് അന്ന് ചോദിച്ചത് ലൂക്കിന്റെ ഭാര്യ ആ ഒരു ബില്ലിന്റെ പുറകിൽ നിന്റെ പേരെന്തിനാണ് എഴുതി വെച്ചതെന്നാണ്. അറിയാമെങ്കിൽ അതിന് മാത്രം മറുപടി പറയും, വെറുതെ വഴക്കുണ്ടാക്കാതെ എന്നും പറഞ്ഞിട്ട് അവനെ പിടിച്ച് മാറ്റി. അനിയ ജെയിംസേ ഇങ്ങ് വന്നേ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ജെയിംസ് ഏതൊരു ക്ലിനിക്കിലാണോ വന്ന് പോയത് അവിടേക്ക് തന്നെ അവനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ആദ്യം ഡോക്ടറിനെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് ആ ഒരു ഡോക്ടറെ മാറ്റി നിർത്തിയിട്ടാണ്, ഡോക്ടർ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് മറുപടി പറയണം. കൊല നടന്ന ആ ഒരു ദിവസം ജെയിംസ് വീട്ടിലുണ്ടായിരുന്നെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ അന്നത്തെ ദിവസം അവൻ ഈ ഒരു ക്ലിനിക്കിൽ വന്നിരുന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കള്ളം പറയാൻ കാരണം? അപ്പൊ ആ ഒരു ഡോക്ടർ പറയും, നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. 4 മണിക്ക് ശേഷം അവൻ ഇവിടേക്ക് വന്നു. ഞാനാണെങ്കിൽ ഒരു സർജറി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നെന്ന് പറയുന്നതും ഷെടാ, അപ്പൊ നിങ്ങൾ മഴവില്ല ടീമാണല്ലേ. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്നു. ഓക്കെ എന്റെ സമയം വേസ്റ്റ് ആയെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്നും തിരിച്ചു പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ലില്ലിയുടെ ശവ കൂടിയിട്ടുണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ് ലില്ലിയുടെ അച്ഛൻ അവിടെ നിന്നിട്ട് ഹീറോയെ കണ്ടതും നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. 20 വർഷങ്ങൾക്ക് മുന്നേ എന്റെ മോളെ കൊന്നതും പോരാഞ്ഞിട്ട് ഈ ഒരു നാടും വിട്ടുപോയി, എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള എന്റെ മകളുടെ അടുത്തേക്ക് നീ ഒരിക്കലും വരരുതെന്നും പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഈ പോലീസുകാർ വന്ന് ഹീറോയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് പോയതിനു ശേഷം ഇവര് രണ്ടുപേരും കള്ളം പറഞ്ഞതാണെന്ന് അവർക്കേ അറിയൂ. പക്ഷെ ഈ ഒരു നാട്ടുകാരെ ആ ഒരു ലെറ്ററും വെച്ച് ഹീറോ ആണ് അവളെ കൊന്നതെന്നും പറഞ്ഞിട്ട് എല്ലാ രാത്രിയിലും ഇവരുടെ വീടിന് വെളിയിൽ വന്ന് കല്ലെറിയുക, അതേപോലെ തന്നെ ഇവരെ പല രീതിയിൽ കളിയാക്കുക, ഇങ്ങനെ ഇവരെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കാരണം ഈ ഒരു നാട്ടിൽ നിന്നാലല്ലേ എന്തായാലും ഇങ്ങനെയെല്ലാം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഹീറോയുടെ അച്ഛൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹീറോയെ കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. അതുമല്ല ഈ ഒരു ഗ്രാമത്തിലെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ അത് കഴിയുന്നത് വരെയും ലില്ലിയുടെ അച്ഛൻ മറ്റൊരു കാറിൽ ഇവരെ ഫോളോ ചെയ്ത്
ആ ബോർഡർ കഴിഞ്ഞു പോകുന്നത് വരെയും ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഹീറോയുടെ അച്ഛനായാലും വെളിയിലേക്ക് ഇറങ്ങി അവരെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ കാറിലേക്ക് വന്നിരുന്നിട്ടാണ് ഹീറോയോട് ചോദിക്കുന്നത്, ഇനി ഞാൻ ഈ ഒരു ചോദ്യം ഒരിക്കലും നിന്നോട് ചോദിക്കത്തില്ല, ഇതാണ് അവസാനമായിട്ട് ചോദിക്കുന്നത്. ലില്ലിയുടെ മരണമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ വിടുന്ന അച്ഛനും എന്നെ ഇങ്ങനെ സംശയിച്ചു കഴിഞ്ഞാല് ഒരിക്കലും ഇല്ല, അത് ഞാനല്ല ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ അടുത്തൊരു ചോദ്യം, ഓക്കെ അവള് മരിച്ച സമയത്ത് നീയും ലൂക്കും മറ്റൊരിടത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതിനും ഹീറോ സത്യമാണ് പറയേണ്ടത്. പക്ഷേ ലൂക്കിന് കൊടുത്ത ആ ഒരു വാക്ക് കാരണം അവര് മറ്റൊരിടത്താണെന്ന് അവന്റെ അച്ഛനോടും കള്ളം പറയും. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പൊ ഗ്രച്ചിന്റെ അടുത്തേക്ക് ചെല്ലാണ്. അവളാണെങ്കിൽ ഈ ഒരു മുയലുകളെല്ലാം വേട്ടയാടാനായിട്ട് ഒരിടത്തേക്ക് ഇന്ന് നിൽക്കുന്നു. അങ്ങനെ അവളോട് നേരെ കുറച്ചു നേരം സംസാരിച്ചിട്ട് അവളുമായിട്ട് നേരെ വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ഡോക്യുമെന്റ്സ് എല്ലാം ഇരിപ്പുണ്ട്. അതിൽ ലൂക്കിന്റെ ഭാര്യ എന്തൊക്കെയോ സൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് ഹീറോ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇത് നമ്മുടെ സ്കൂളിന് ഡൊണേഷൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എഴുതി അയക്കുന്ന ഒരു ഫോമാണ്. ലൂക്കിന്റെ ഭാര്യയാണ് ഇത്രയും നാൾ അത് നോക്കിയിരുന്നത്. ഇപ്പൊ അവൾ മരിച്ചത് കൊണ്ട് ഞാനാണ് അതെല്ലാം നോക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവളുടെ മകനെ അവളുടെ ഫാമിലിയോടൊപ്പം പറഞ്ഞു വിട്ട് ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് മറ്റൊരു സംശയം. കുറെ നാളായിട്ടുണ്ട് ലൂക്കിന്റെ ഭാര്യ എടുത്ത ആ ഒരു ബുക്ക് തിരിച്ച് ആ ഒരു ലൈബ്രറിയിലേക്ക് കൊണ്ടുകൊടുക്കുമല്ലോ. അതുമല്ല ആ ഒരു ബുക്കിനകത്ത് ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അവള് ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്, ഹീറോയെ പറ്റിയുള്ള ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് തന്റെ ബുക്കിൽ വെച്ചിരുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ജോലി ചെയ്തിരുന്നത്, എന്നെങ്കിലും എന്റെ പേര് അവൾ പറഞ്ഞതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ ഗ്രച്ചനായാലും ഹേയ് നീ എപ്പോഴും എന്താ ഈ ഒരു കാര്യം മാത്രം എന്നോട് ചോദിക്കുന്നത്, അവളെ പറ്റി മാത്രമാണ് എന്നോട് ചോദിക്കുന്നത്, ശരി ബാ ഒരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അവനകത്തേക്ക് കൊണ്ടുപോയി ഇവര് കുട്ടിക്കാലത്ത് ഒരുമിച്ചിരുന്ന ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് ഇങ്ങനെ കാണിച്ച് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ അവൾക്കൊരു ഫോൺ കോൾ വരുന്നത് കൊണ്ട് അവൾ എഴുന്നേറ്റ് അങ്ങ് പോവാണ്. അപ്പോഴേക്കും ഹീറോ ആണെങ്കിൽ ആ ഒരു ആൽബത്തിന്റെ ബാക്കി എടുത്തിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പേജ് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, ഗ്രച്ചനെ അവൾക്ക് കുട്ടി ജനിച്ച് ആ ഒരു ഫോട്ടോസ് ഉൾപ്പെടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതില് സ്വന്തം കുട്ടിയെ ഒരു അച്ഛൻ എങ്ങനെ എടുത്തു വെക്കും അതുപോലെ തന്നെ നമ്മുടെ ലൂക്ക് അവളുടെ കുട്ടിയെ എടുത്തു വെച്ചോണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്രച്ചന് ജനിച്ച ആ ഒരു കുട്ടി ലൂക്കിന്റെ കുട്ടിയാണോ? ഒരുപക്ഷെ ഇവർക്ക് കല്യാണം കഴിയാൻ കഴിയാതെ മറ്റൊരിടത്തേക്ക് പോയിട്ട് ആ ഒരു ദേഷ്യം കാരണമായിരിക്കും ഗ്രച്ചൻ ലൂക്കിനെ അവന്റെ ഫാമിലിയെ കൊന്നത് എന്നുള്ളൊരു സംശയം ഹീറോയ്ക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ട് ഹീറോ പെട്ടെന്ന് ഗ്രച്ചനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ലൂക്കിന് ജനിച്ച കുട്ടിയാണോ, അതെന്തുകൊണ്ട് ആരോട് പറയാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവള് പറയും, അല്ല നിനക്കെന്താ ഭ്രാന്താണോ, എന്റെ കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ എന്റെ ഭർത്താവ് എന്നെ വിട്ടു പോയി, അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ നോക്കിയത് ലൂക്കാണ്, അപ്പോഴെടുത്ത ഫോട്ടോ ആണിത്, ഇതൊന്നും ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാതെ എന്നെല്ലാം അവൾ മാറ്റി മാറ്റി ഇങ്ങനെ പറയാണ്. അപ്പോൾ ഹീറോ പറയും, ഓക്കെ ശരി ഇത് മറ്റൊരാൾക്ക് ജനിച്ച കുട്ടി തന്നെയാണ്, എന്നിരുന്നാലും നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഒരു ഫോട്ടോ കൂടി നിന്റെ കയ്യിലില്ല, അത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി വിശ്വാസമാവുമെന്ന് പറയുമ്പോൾ ഗ്രച്ചും പറയും, അത് ഞാൻ നിന്നോട് എങ്ങനെയാ പറയുന്നത്, 2 ദിവസം മാത്രമേ അവനോട് ഉണ്ടായിരുന്നുള്ളൂ, അതിലാണ് ഞാൻ പ്രഗ്നന്റ് ആയത്, പിന്നീട് എങ്ങനെ ഒരു സെൽഫി പോലും ഞാൻ എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ കാണിക്കുന്ന ചോദിക്കുമ്പോൾ ഹീറോ അപ്പോഴും വിശ്വസിക്കാതെ ഇത് ലൂക്കിന്റെ കുട്ടിയാണെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഗ്രച്ചനായാലും ഓക്കെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലാണ് നിന്നെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നത്, ഓക്കെ പോലീസിന്റെ ബുദ്ധിയല്ലേ ഇങ്ങനെയൊക്കെ തോന്നും എന്ന് പറഞ്ഞിട്ട് ഹീറോയെ വെളിയിലേക്ക് പറഞ്ഞുവിടും. അങ്ങനെ രാത്രിയായിട്ടും നമ്മുടെ ഹീറോയ്ക്ക് നല്ല ഉറക്കം വരുന്നില്ല. പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മയിൽ ഇങ്ങനെ വരികയാണ്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഹീറോ നേരെ ഗ്രച്ചന്റെ വീട്ടിലേക്ക് ചെന്ന് ജനാല വഴി നോക്കുമ്പോഴത്തേക്കും അവളും അവളുടെ കുട്ടിയും ഉറങ്ങിക്കിടക്കാണ്. അപ്പോൾ ഹീറോ പതിയെ ബാക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് ഇന്നലെ കുറച്ച് ഫോമുകൾ അവിടെ വെച്ചിരുന്നല്ലോ അതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് കാറിലേക്ക് കൊണ്ടുവന്നിരുന്ന് അവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ്. അതെന്താണെന്ന് ഇപ്പൊ പറയുന്നില്ല. പക്ഷെ ആ ഒരു ഫോമിൽ എന്തോ ഒരു കാര്യം നമ്മുടെ ഹീറോ മനസ്സിലാക്കിയിട്ട് അതും എടുത്ത് സാം എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളെ പോയി കാണുകയാണ്. ആ ഒരു റെസിപ്റ്റിന്റെ പുറകില് ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു പേര് എഴുതി വെച്ചിരുന്നല്ലോ അത് സത്യത്തില് അത് ലില്ലിയുടെ സഹോദരനായിട്ടുള്ള ഗ്രാൻഡിന്റെ പേരല്ല, പകരം ഇവര് സ്കൂളിന് വേണ്ടിയിട്ട് ഈ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഫണ്ട് ചോദിച്ച് ഇവരൊരു ഫോം എഴുതുമല്ലോ അത് ഓരോ പ്രോജക്റ്റിനും ഓരോ പേര് വെച്ചിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതിലൊരു പ്രോജക്റ്റിന്റെ പേരാണ് ഗ്രാൻഡ്. അപ്പൊ സ്കൂളിന്റെ ഭാഗത്ത് നിന്നും ഇവർ ചോദിച്ചത് $70,000. പക്ഷേ ആ ഒരു പണം ഒരിക്കലും സ്കൂളിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അത് കാണാനില്ല, അല്ലെങ്കിൽ ആ ഒരു പണം അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം ലൂക്കിന്റെ ഭാര്യയ്ക്കും മനസ്സിലായി. അങ്ങനെ ഈ ഒരു കാര്യം ലൂക്കിനോട് അവന്റെ ഭാര്യ പറഞ്ഞതിന് ശേഷമാണ് ലൂക്ക് പറയുന്നത്, ഇതുപോലെ മറ്റൊരു നാട്ടിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, വലിയൊരു പോലീസുകാരനാണ്, അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതിന് എന്തെങ്കിലും ഒരു സഹായം കിട്ടും എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു പത്ര കട്ടിങ്, നമ്മുടെ ഹീറോയെ പറ്റിയുള്ള ആ ഒരു പത്ര കട്ടിങ് ലൂക്കിന്റെ ഭാര്യ എടുത്ത് ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, സ്കൂളിലേക്ക് വരുന്ന ആ ഒരു പണം ആരും അറിയാതെ മോഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പവർ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളിന് മാത്രമേ ഉള്ളൂ. അതുമല്ല അയാളാണെങ്കിൽ എപ്പോഴും പോക്കർ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. ഇത്രയും പണം ഇറക്കിയിട്ട് എല്ലാ ദിവസവും അതിൽ അഡിക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അയാൾക്ക് പണം വേണം. ഒരുപക്ഷെ ആ ഒരു പ്രിൻസിപ്പൾ തന്നെ ആ ഒരു പണം മോഷ്ടിച്ച് ഇത് ലൂക്കിന്റെ ഭാര്യ അറിഞ്ഞെന്നുള്ള രീതിയിൽ മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി ലൂക്കിനെ അവന്റെ കുടുംബത്തെയും കൊന്നത് ചിലപ്പോൾ ആ ഒരു പ്രിൻസിപ്പൾ ആയിരിക്കും എന്നുള്ള സംശയം ഹീറോയ്ക്ക് വരുമ്പോഴത്തേക്കും സാമു പറയും, പക്ഷെ അങ്ങനെയാണെങ്കിലും ഏതെങ്കിലും ഒരു CCTV ഫൂട്ടേജില് ആ ഒരു പ്രിൻസിപ്പളിനെ നമ്മൾ കാണേണ്ടതല്ലേ, പിന്നെ ഇങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, അതാണ് പ്രിൻസിപ്പളിന്റെ കഴിവ്. കാരണം കാറിൽ പോയി കഴിഞ്ഞാലേ സാധാരണ രീതിയിൽ ഈ ഒരു CCTV ഫൂട്ടേജിലെല്ലാം ആരെങ്കിലും അവരെ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഒരു പ്രിൻസിപ്പളോ എപ്പോഴും സൈക്കിളിലാണ് പോകുന്നത്, അവൻ ഒരിക്കലും കാറിൽ പോയിട്ടില്ല.
അതുമല്ല സ്കൂളിന്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് ക്യാമറ ഉള്ളത്. അവൻ ആ ഒരു സൈക്കിൾ ഉപയോഗിച്ചിട്ട് സ്കൂളിന്റെ ബാക്ക് സൈഡ് വഴി എന്തുകൊണ്ട് പോയിക്കൂടാ? അതുകൊണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാന്ന് പറഞ്ഞ് ഏത് ട്രസ്റ്റ് ആണോ സ്കൂളിലേക്ക് $70,000 ഡൊണേറ്റ് ചെയ്തത് അവരെ തന്നെ വിളിച്ചിട്ട് ഇതുപോലെ പണം ഡൊണേറ്റ് ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും പണമില്ല, 2 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു ഡൊണേഷൻ ചെയ്ത ആളുകളുണ്ടല്ലോ അവരിപ്പോ സ്കൂളിലേക്ക് വിളിച്ചിട്ട് എന്താണ് ഞങ്ങൾ അയച്ച പണത്തിനെ പറ്റി പോലീസ് എല്ലാം ചോദിക്കുന്നത് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പള് പതിയെ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹീറോയും സാമും സ്കൂളിൽ വരുന്നതിന് മുന്നേ തന്നെ ബാക്ക് സൈഡ് വഴി ആ ഒരു പ്രിൻസിപ്പള് അടുത്തുള്ള വെയർ ഹൗസിനകത്തേക്ക് പോവാണ്. അത് നമ്മുടെ ഹീറോ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരെ രണ്ടുപേരും വെയർ ഹൗസിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും മരിച്ചുപോയ ലൂക്ക്, അവന്റെ ഭാര്യ, ആ ഒരു ചെറിയ പയ്യൻ, ഇവരുടെ 3 പേരുടെ ശരീരത്തിൽ നിന്നും നീല കളറിലുള്ള ഒരു ബുള്ളറ്റ് ആണ് കിട്ടിയിരുന്നത്. അതേ ബുള്ളറ്റ് തന്നെ ഇതിനകത്ത് നിന്ന് പോലീസുകാരനെ കിട്ടുന്നതും ഓക്കെ കൺഫേം ആണ്. ആ ഒരു പ്രിൻസിപ്പൾ തന്നെയാണ് ആ ഒരു ഫാമിലിയെ കൊന്നത്. അങ്ങനെ ഇവരായാലും ആ ഒരു പ്രിൻസിപ്പളിന്റെ പുറകെ കാടിനകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ ഇപ്പോൾ ഒരു മരത്തിനടുത്തായിട്ട് ഒളിച്ചിങ്ങനെ കിടക്കുന്നു. കാട്ടുകുരങ്ങിനെ പോലെ ഇരിക്കുന്ന ഇവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവനിപ്പോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു കയ്യില് മണ്ണെണ്ണ ക്യാൻ, മറ്റേ കയ്യില് ലൈറ്റർ, അടുത്തേക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ എന്നെ തന്നെ കത്തിക്കും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും എടാ മരത്തലയാ, ദേ ഈ ഒരു സ്ഥലം, ദേ ഈ ഒരു കാട് തന്നെ ഉണങ്ങി കിടക്കാണ്, നീ അത് കത്തിച്ചു കഴിഞ്ഞാല് അടുത്ത സ്കൂളുണ്ട്, അവിടെയല്ലേ നിന്റെ മകളും പഠിക്കുന്നേ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അവരെല്ലാവരും മരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് സംസാരിച്ച് തീർക്കാന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ ആയാലും ഇപ്പോ ലൂക്കിന്റെ ഫാമിലിയെ കൊന്നത് എന്താണെന്നുള്ള കാരണം പറയാണ്. ഇവൻ ഈ ഒരു നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ അവന്റെ ഫാമിലി ആയിട്ട് മറ്റൊരിടത്തായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുമല്ല വീട്ടിലേക്ക് 1-2 കള്ളന്മാര് കാരണമാണ് അവന്റെ ഭാര്യയ്ക്ക് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിരുന്നു. സത്യത്തില് അങ്ങനെ സംഭവിച്ചിട്ടില്ല, അവൻ അത് മാറ്റി പറയുമായിരുന്നു. ഇവൻ ആ ഒരു നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ചൂതാട്ടെല്ലാം കളിച്ച് പണമെല്ലാം ഒരുപാട് പോയി. അത് കാരണം മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒരുപാട് പണവും ഇവൻ കടം വാങ്ങിയിരുന്നു. അത് പേടിച്ചിട്ടാണ് ഇവര് ഈ ഒരു നാട്ടിലേക്ക് വന്നത്. പക്ഷേ കടം കൊടുത്തവരെല്ലാം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആളുകളായിരുന്നു. അവര് നേരെ ഇവിടേക്ക് വന്ന് കുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പണം തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഫാമിലിയെ ഞങ്ങൾ തീർക്കും എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് വേറെ വഴിയില്ലാതെ ഇവൻ ആ ഒരു സ്കൂൾ ഫണ്ടിൽ കൈവച്ചത്. അപ്പൊ ഈ ഒരു കാര്യം ലൂക്കിന്റെ ഭാര്യ അറിഞ്ഞത് ലൂക്കിന്റെ ഫാമിലിയെ കൊല്ലാൻ തന്നെ ഇവൻ തീരുമാനിച്ചു. അതുമല്ല ആ ഒരു കുറ്റം ലൂക്കിന്റെ തലയിൽ കെട്ടിവെക്കണം. കാരണം ഇവൻ ജയിലിൽ പോയി കഴിഞ്ഞാല് ആ കടം കൊടുക്കാനുള്ളവന്മാര് തന്റെ ഫാമിലി എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് അത് ലൂക്കാണ് ചെയ്തതെന്ന് വരുത്തി തീർത്ത് ലൂക്കിനെയും ഇവൻ കൊല്ലുമായിരുന്നു. പക്ഷേ ലൂക്കിന്റെ പയ്യനെ കൊല്ലണമെന്നുള്ള രീതിയിൽ അവൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതറിയാതെ സംഭവിച്ചതാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറ്റബോധം കാരണം ആ ഒരു മണ്ണെണ്ണ എടുത്ത് ദേഹത്തേക്ക് ഒഴിച്ചിട്ട് കത്തിക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും നമ്മുടെ ഹീറോയും സാമും നല്ല വേഗതയിൽ ഇങ്ങനെ ഓടുകയാണ്. അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവൻ തീ കത്തിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഇവൻ കത്തിച്ചല്ലോ. അപ്പോഴേക്കാണ് പ്രിൻസിപ്പള് ലൂക്കിനെ അവന്റെ ഫാമിലിയെ കൊന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് ബാക്ക് ഡോർ വഴി സ്കൂളിന്റെ പുറകു വശത്തേക്ക് വന്ന് ലൂക്ക് തന്റെ മകളെയും വിളിച്ചിട്ട് ലൂക്ക് അതുവഴി തന്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും സൈക്കിൾ കേടാ എന്നുള്ള രീതിയിൽ അവിടെ കൈ കാണിച്ച് വണ്ടിയിലേക്ക് കയറാനായിട്ട് വരുമ്പോഴത്തേക്കും ലൂക്ക് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു സൈക്കിളിനടുത്തേക്ക് വെക്കണമല്ലോ. അതിനുവേണ്ടി വരുമ്പോൾ നമ്മുടെ ലൂക്കിനെ അടിച്ച് താഴേക്കിട്ട് അവനെ ഈ ഒരു പുഴയുടെ അടുത്തേക്ക് വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. അതുമല്ല ആ ഒരു വെയർ ഹൗസിൽ നിന്നും നീല കളറുള്ള ബുള്ളറ്റ് എടുത്തിട്ട് വന്നിട്ടാണ് ലൂക്കിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ഒരു ലൂക്കിന്റെ വീടാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. നേരെ വീട്ടിലേക്ക് പോയി ആ ഡോറിൽ ഇങ്ങനെ തട്ടുന്നതും ലൂക്കിന്റെ ഭാര്യ വന്ന് ഡോർ തുറക്കുമ്പോൾ അവരെ ഷൂട്ട് ചെയ്യുന്നു. അതേസമയം അവർ ചെറിയ പയ്യൻ ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന് ഈ ഒരു കാര്യം കണ്ടു. അവൻ പേടിച്ച് റൂമിനകത്തേക്ക് പോകുമ്പോഴത്തേക്കും വേറെ വഴിയില്ലാതെ പുറകെ ചെന്ന് ആ ഒരു പയ്യനെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. ഇത്രയും കാര്യങ്ങളും വേറെ വഴിയില്ലാതെയാണ് നമ്മുടെ പ്രിൻസിപ്പൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് പ്രിൻസിപ്പളിനെ കൊണ്ട് കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ ഹീറോ ആ ഒരു പ്രിൻസിപ്പളിനെ രക്ഷിക്കാൻ ശ്രമിച്ചതിൽ ഹീറോയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ സാമിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രിൻസിപ്പൾ മരിച്ചില്ല, കുറച്ച് സീരിയസ് ആയിട്ടാണ് കിടക്കുന്നത്. അതുമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഹീറോ ആണ് ലില്ലിയെ കൊന്നതെന്നാണല്ലോ ഈ ഒരു നാട്ടുകാരെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ അത്രയും വലിയൊരു തീപിടുത്തത്തിൽ നിന്നും ഈ ഒരു നാടിനെ തന്നെ രക്ഷിച്ചതുകൊണ്ട്, അതുമല്ല ലൂക്കിന്റെ ഫാമിലിയെ കൊന്ന ആ ഒരു കൊലയാളിയെ കണ്ടുപിടിച്ചതുകൊണ്ടും നാട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ ഹീറോയെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ പരിക്കുകളെല്ലാം മാറി തിരിച്ചു പോകുന്നതിന് മുന്നേ ഗ്രച്ചിനെ കാണാനായിട്ട് ഹീറോ ഇപ്പോൾ വരികയാണ്. അവിടെ വെച്ചാണ് അവള് അടുത്തൊരു കാര്യം നമ്മുടെ ഹീറോയോട് പറയുന്നത്. ഇത്രയും നാളെ നമ്മൾ വിചാരിച്ചത് ലൂക്ക് ആയിരിക്കും ചിലപ്പോൾ അവളെ കൊന്നതെന്നാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഗ്രച്ചനും ലൂക്കും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലില്ലിയെ കൊന്നത് ആരാണെന്നുള്ള കാര്യം ഇപ്പോഴും ഹീറോയ്ക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവസാനം ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ലില്ലി അവനും ആദ്യമായിട്ട് കിസ് ചെയ്ത ഒരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് പോവാന്നും പറഞ്ഞ് ഹീറോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പാറയുടെ ഗ്യാപ്പില് ലില്ലിയുടെ ചെയിൻ താഴേക്ക് വേണ്ടി ഹീറോ എടുത്ത് കൊടുത്തിരുന്നല്ലോ. ആ ഒരു ഗ്യാപ്പിൽ ഹീറോ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ നിന്നും പഴയ ഒരു ബാഗ് കിട്ടുന്നത്. അങ്ങനെ പഴകിയ ആ ഒരു ബാഗ് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് തുണിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. അത് ലില്ലിയുടെ തുണിയാണ്. അങ്ങനെ അതിലുള്ള ഓരോ കാര്യങ്ങളും വെളിയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ലില്ലി ആ കാര്യങ്ങളെല്ലാം ബാഗിലേക്ക് പാക്ക് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതുപോലെ അതിനകത്ത് അവസാനം ഒരു ഡയറി ഉണ്ട്. ആ ഒരു ഡയറി എടുത്ത് വായിക്കുമ്പോഴത്തേക്കാണ് ഈ മൂവിയിലെ തന്നെ ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. ആ ഒരു ഡയറി ലില്ലിയുടെ ഡയറി തന്നെയാണ്. അതുപോലെ ലില്ലിയുടെ അമ്മയാണെങ്കിൽ അവളെ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിന് കാരണം അവളുടെ അച്ഛൻ തന്നെയാണ്.
അവളുടെ അച്ഛന്റെ ഉപദ്രവം താങ്ങാൻ കഴിയാതെ അവളുടെ അമ്മ അവരെ വിട്ടു പോയത്. അതുമല്ല അയാള് അവരുടെ ഭാര്യ പോയിട്ടും അടങ്ങിയിരിക്കാതെ നിന്റെ അമ്മയെ പോലെ തന്നെ നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് സ്വന്തം മകളെന്ന് പോലും നോക്കാതെ എല്ലാ ദിവസവും വളരെ ക്രൂരമായിട്ട് തന്നെ അവളെ ഉപദ്രവിക്കുമായിരുന്നു. അതുപോലെ ഹീറോ അന്ന് അവളോട് ആ ഒരു പുഴയുടെ അടുത്തേക്ക് വരാനായിട്ട് പറഞ്ഞ് അവൾ ലെറ്റർ എഴുതി കൊടുത്തിരുന്നല്ലോ. അതുകൊണ്ട് അന്ന് തന്നെ അവൾ തീരുമാനം എടുത്തിരുന്നു ഈ ഒരു വീട് വിട്ട് പോയാലേ അവൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അവൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് അന്നത്തെ ദിവസം അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് അവളുടെ ബാഗ് ആ ഒരു പാറയുടെ അടുത്തായിട്ട് ഒളിപ്പിച്ചു വെച്ച് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹീറോയെ അവൾ ഇങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട് ഒളിച്ചു നിന്നിട്ട്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയാണ്, ഞാൻ ഇവിടെ നിന്ന് പോവാണ്, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ അവൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതേ സമയം ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ ലില്ലിയുടെ അച്ഛൻ ലില്ലി വീട്ടിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ തന്റെ മകനായിട്ടുള്ള ഗ്രാൻഡ് ഉണ്ടല്ലോ അവനെ വിളിച്ച് നേരെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മുടെ ലില്ലിയെ കാണുന്നതും അതിനുശേഷമാണ് അവൾ മരിച്ച ആ ഒരു പുഴയിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷേവ് ചെയ്ത കാട്ടുകുരങ്ങ് ലില്ലിയുടെ അച്ഛനുണ്ടല്ലോ അവനാണ് സ്വന്തം മകളെ തന്നെ കൊന്നിട്ടുള്ളത്. എന്നിട്ട് ഇത്രയും കാലം നമ്മുടെ ഹീറോ ആണ് അത് ചെയ്തെന്നും പറഞ്ഞ് യുവമാരി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അതാണ് ഒട്ടും ക്ഷമിക്കാൻ കഴിയാത്തത്. അങ്ങനെ ആ ഒരു ബാഗും എടുത്ത് ഹീറോ അവിടെ നിന്നും പതിയെ നടന്നു പോകുന്നതും എന്തായാലും കൊലയാളികൾ ആരാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഹീറോ എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. അത് നമുക്ക് എന്തായാലും അറിയാം. അതും കാണിച്ച് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാതെ വരിക്കും. ബൈ.